ഹായ് ഓൾ, iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ 9 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് 2 ക്ലാസ്സുകളിലായിട്ട്. അപ്പോൾ ഇനി നമ്മൾ 10ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ചോദ്യം നോക്കുക. The ionization enthalpy of boron is slightly less than that of beryllium. This is because. അപ്പം പീരിയോഡിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. നോക്കുക, അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ബോറോൺ സ്ലൈറ്റ്ലി ലെസ് ദാൻ ദാറ്റ് ഓഫ് ബെർലിയം. ബെർലിയത്തിനെക്കാട്ടിൽ കുറച്ച് കുറവാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. ഹൈ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഓഫ് ബോറോൺ. The p electron of boron is more shielded than the 2s electron of beryllium. The penetration of the 2s electron to the nucleus is less than that of the 2p orbital. S electron attracted to the nucleus is less than that of the p electron. അപ്പം ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? നോക്കിക്കേ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അയണൈസേഷൻ എനർജി ഓഫ് ബോറോൺ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ലെസ് ദാൻ ദാറ്റ് ഓഫ് ബെർലിയം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം അയണൈസേഷൻ എനർജി ഓഫ് ബോറോൺ സ്ലൈറ്റ്ലി ലെസ് ദാൻ ദാറ്റ് ഓഫ് ബെർലിയം എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ ഇങ്ങനെ പോകുമ്പോൾ നമുക്കറിയാം ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ഇവരുടെ സൈസ് ഡിക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ഇവരുടെ അയണൈസേഷൻ എനർജി യൂഷ്വലി ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്ത് വരികയാണ് യൂഷ്വലി ചെയ്യേണ്ടത്. പക്ഷേ അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ലിഥിയം, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ നോക്കാം. ബെർലിയത്തിൻ്റെ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങോട്ട് വരുമ്പോൾ അയണൈസേഷൻ എനർജി കൂടിയല്ലേ വരുന്നത്. അപ്പം ബെർലിയത്തിനെക്കാട്ടിൽ കൂടിയായിരുന്നു ആരുടെ വരേണ്ടത്? ബോറോണിൻ്റെ വരേണ്ടത്. പക്ഷെ ആക്ച്വലി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അലോങ് ദി പീരീഡിലെ കൺസെപ്റ്റ് അനുസരിച്ച് ബെർലിയത്തിനെക്കാട്ടിൽ കൂടുതൽ അയണൈസേഷൻ എനർജിയാണ് ബോറോണിന് വരേണ്ടത്. പക്ഷെ ആക്ച്വലി ബെർലിയത്തിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബോറോണിൻ്റെ അയണൈസേഷൻ എനർജി കുറവാണ്. അതിൻ്റെ റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ബെർലിയത്തിൻ്റെയും ബോറോണിൻ്റെയും കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നത്? ബെർലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം 4, ബോറോണിൻ്റെ 5. അപ്പോൾ കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരിക? ഇവിടെ 1s2 2s2, ഇവിടെയോ 1s2 2s2 2p1 അല്ലേ? അപ്പോൾ ഇത് രണ്ടും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ബെർലിയത്തിൻ്റെ കേസിൽ അവസാന ഇലക്ട്രോൺ ഫില്ല് ചെയ്തിട്ടുള്ളത് 2sലാണ്. ആൻഡ് ബോറോണിൻ്റെ കേസിൽ അവസാന ഇലക്ട്രോൺ ഫില്ല് ചെയ്തിട്ടുള്ളത് 2pയിലാണ്. പക്ഷേ ഇവിടെ അവസാന ഇലക്ട്രോൺ ഫില്ല് ചെയ്തിട്ടുള്ള ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റലാണ്. ഇവിടെയോ ഇവിടെ പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള പി ഓർബിറ്റൽസിലാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള എസ് ഓർബിറ്റലിലും ഇവിടെ പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള പി ഓർബിറ്റലിലും. നമുക്കറിയാം യൂഷ്വലി സ്റ്റേബിൾ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേബിൾ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താ? ഹാഫ് ഫിൽഡ് അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ ആണ് എക്സ്ട്രാ സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഹാഫ് ഫിൽഡ് ഓർ ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ ആണ് എക്സ്ട്രാ സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ. അങ്ങനെയുള്ള കോൺഫിഗറേഷൻസിന്റെ അയണൈസേഷൻ എനർജി എങ്ങനെയായിരിക്കും? കൂടുതലുമായിരിക്കും. അപ്പം ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെർലിയത്തിൻ്റെ കേസിൽ ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്, സ്റ്റെബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ അയണൈസേഷൻ എനർജി എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ബെർലിയത്തിൻ്റെ കേസിൽ അയണൈസേഷൻ എനർജി കൂടുതലാവാനുള്ള റീസൺ മനസ്സിലായല്ലോ. കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്, അപ്പോൾ എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. സോ ഒത്തിരി എനർജി കൊടുത്താൽ മാത്രമേ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അയണൈസേഷൻ എനർജി അവിടെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കിക്കുക, അതിൻ്റെ പിന്നിലുള്ള റീസൺ നമുക്ക് എങ്ങനെ പറയാം? ഇവിടെ പി ഓർബിറ്റൽസിൽ എക്സ്പീരിയൻസ് നോക്കുക, നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക, അത് വെച്ചിട്ട് പറയാം. നോക്കുക, ഹൈ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഓഫ് ബോറോൺ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ റീസൺ ആണോ? ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിന്റെ കാര്യം ഇവിടെ റിലേറ്റഡ് ആണോ ഇതുമായിട്ട്? ആക്ച്വലി അല്ല. ഇവിടെ ഇപ്പം ബോറോണിന്റെ കേസിൽ സ്ലൈറ്റ്ലി ലെസ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ബോറോണിന്റെ കേസിൽ ലിഥിയം ബെർലിയത്തിനെക്കാട്ടിൽ കുറച്ചുകൂടെ കുറവാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കുറവാകുമ്പോൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതൽ വരുമോ? ഇല്ല. രണ്ടാമത്തെ നോക്കിക്കേ, പി ഇലക്ട്രോൺസ് ഓഫ് ബോറോൺ ഈസ് മോർ ഷീൽഡഡ് ദാൻ ദ 2s ഇലക്ട്രോൺസ് ഓഫ് ബെർലിയം. അത് ആക്ച്വലി കറക്റ്റ് ആയിട്ട് വരും അല്ലേ?
നോക്കുക, ഇവിടുത്തെ 2p ഇലക്ട്രോൺസ് ഓഫ് ബോറോൺ, ബോറോണിനകത്തുള്ള 2p ഇലക്ട്രോൺസിനെക്കാട്ടിലും 2p ഇലക്ട്രോൺസ് മോർ ഷീൽഡഡ് ആണ് ദാൻ 2s ഇലക്ട്രോൺസ് ഇൻ ബെർലിയം. ബെർലിയത്തിനകത്തുള്ളതിനെക്കാട്ടിൽ കുറച്ചും കൂടെ ഷീൽഡഡ് ആണ് ആര്? 2pയിലുള്ള ഇലക്ട്രോൺസ്. നോക്കുക, നിങ്ങൾ ഈ റീസൺ വായിച്ചു നോക്കുക. ബെർലിയം ഹാസ് എ സ്റ്റേബിൾ കംപ്ലീറ്റ്ലി ഫിൽഡ് 2s കോൺഫിഗറേഷൻ, ദാറ്റ് ഈസ് 1s2 2s2, വൈൽ ബോറോൺ ഹാസ് 1 electron in the 2p orbital, അതായത് 1s2 2s2 2p1 എന്ന് വരും. ഓക്കെ, as the 2s electron has a higher penetrating power towards the nucleus than the 2p electron, this means that 2s electrons in the beryllium are more strongly attracted to the nucleus and held more tightly than the 2p electrons in boron. എന്താ പറഞ്ഞേക്കുന്നത്? A 2s electron has the greater penetrating power towards the nucleus than 2p electron അല്ലേ? 2sനെയും 2pനെയും കൂടെ കമ്പയർ ചെയ്താൽ ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ ആരാണ്? 2s. അത് കഴിഞ്ഞിട്ടാണ് 2p അല്ലെ? അപ്പൊ ന്യൂക്ലിയസുമായിട്ട് കൂടുതൽ പെനിട്രേറ്റിംഗ് പവർ ഉള്ളത് ആർക്കാണ്? 2s. അത് കഴിഞ്ഞു മാത്രമേ ആർക്കുള്ളൂ? 2pക്കുള്ളൂ. This means that the 2s electrons in beryllium are more strongly attracted to the nucleus and held more tightly than 2p അല്ലെ? അപ്പൊ ബോറോണിന്റെ ഏറ്റവും വെളിയിലുള്ള 2p ഓർബിറ്റലിനെക്കാട്ടിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ന്യൂക്ലിയസ് ചേർത്ത് നിർത്തിയിട്ടുള്ളത് ആരെയാണ്? അതിന്റെ തൊട്ടുള്ളിൽ വരുന്ന 2s ഓർബിറ്റൽസിനെയാണ് 2p ഓർബിറ്റൽസിനെക്കാട്ടിൽ ന്യൂക്ലിയസ് കുറച്ചും കൂടെ ചേർത്ത് നിർത്തിയിട്ടുള്ളത്. The 2p electron in boron is more effectively shielded from the nucleus by the inner core electrons than the 2s electrons in beryllium. അപ്പോൾ ബെർലിയത്തിനകത്ത് ഇന്നർ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ആര് മാത്രമേ ഉള്ളൂ? 1s ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ബോറോണിന്റെ കേസ് വരുമ്പോഴോ 1s ഉണ്ട് 2s ഉണ്ട് ഇന്നർ ഓർബിറ്റൽ അല്ലെ? അപ്പൊ അവിടെ ഷീൽഡിങ്ങിന് വേണ്ടി കൂടുതൽ ആളുകളുണ്ട്. 1s ഉണ്ട് 2s ഉണ്ട് 2pനെ ഷീൽഡ് ചെയ്യാനായിട്ട് അല്ലെ? അപ്പൊ 2p ഇലക്ട്രോൺ ഓഫ് ബോറോൺ ഈസ് മോർ ഷീൽഡഡ് അല്ലെ? അപ്പൊ ബോറോണിനകത്ത് 1s ഉണ്ട് 2s ഉണ്ട് 2pനെ, വെളിയിലുള്ള 2pനെ ഷീൽഡ് ചെയ്യാനായിട്ട്. പക്ഷെ 2s ഇലക്ട്രോൺസ് ഇൻ ബെർലിയത്തിൽ നോക്കിയാലോ 1s മാത്രമേ ഉള്ളൂ അവരെ ഷീൽഡ് ചെയ്യാനായിട്ട്. അപ്പൊ അതാണ് ആക്ച്വലി അവിടെ റീസൺ ആയിട്ട് വരുന്നത്. അപ്പൊ രണ്ട് രീതി, ഒന്ന് ഹാഫ് ഫിൽഡ് ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻസ് വെച്ചിട്ട് പറയാം, ആൻഡ് അതിന് പിന്നിലുള്ള റീസൺ നമുക്ക് ഈ ഷീൽഡിംഗ് ഇഫക്റ്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. Calculate the number of atoms in 32 gram of oxygen. 32 gram of oxygen ആത്ത് അവൈലബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് ആറ്റംസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കുക, നമുക്കറിയാം ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടാവും അല്ലേ? ഒരു മോളിനകത്ത് 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടാകും. അതേപോലെ 2 മോൾസ് ആണെന്നുണ്ടെങ്കിലോ 2 മോൾസിനകത്തോ 2 മോൾസ് ഓഫ് സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാലോ 2 into 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടാകും അല്ലെ? അതേപോലെ n മോൾസ് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിലോ n മോൾസ് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ n into 6.022 into 10⁻23 ആറ്റംസ് ആയിരിക്കും ടോട്ടലി അവിടെ ഉള്ളത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 32 ഗ്രാം ഓക്സിജൻ അകത്ത് എത്ര നമ്പർ ഓഫ് ആറ്റംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, 32 ഗ്രാം O2 എന്ന് പറയുമ്പോൾ അവിടെ എത്ര മോൾസ് ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. 32 ഗ്രാം O2 എന്ന് പറയുമ്പോൾ എത്ര മോൾസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര മോൾസ് ഓഫ് നിങ്ങൾ ഇവിടെ നോക്കുക, നമ്പർ ഓഫ് ആറ്റംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര മോൾസ് വന്നേനെ? 32 ഡിവൈഡഡ് ബൈ 32 ഈക്വൽ ടു 1 മോൾ. ഇവിടെ നമ്പർ ഓഫ് ആറ്റംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് ആറ്റംസ് ആകുമ്പോഴത്തേനും ഇവിടെ എത്ര മോൾസ് ഉണ്ട് നോക്കുക, എത്ര മോൾസ് ഉണ്ട്? ടോട്ടൽ 32 ഗ്രാം ആണ്. ഓക്കെ, ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെത് 16 ഗ്രാം ആണ്. അപ്പൊ ടോട്ടലി 2 മോൾസ് ആണ്, 2 മോൾസ് ഓഫ് ആറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ 2 into 6.022 into 10⁻23 ആറ്റംസ് ആണ് ടോട്ടലി ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പൊ 2 into 6.022 into 10⁻23 എന്ന് പറയുമ്പോൾ 12 into 10⁻23 ആറ്റംസ്. ഇതിനെ നമ്മൾ 12 എന്നില്ല 1.2 എന്നുള്ള രീതിയിലേ ഉള്ളൂ. അപ്പൊ എന്ത് വരും? 1.2 into 10⁻24 ആറ്റംസ്. 1.2 into 10⁻24 ആറ്റംസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ?
അപ്പം നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 32 gram ഓഫ് ഓക്സിജൻ ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പം ആദ്യം എത്ര മോൾസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക. 32 gram ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എത്ര മോൾസ് ഓഫ് ഓക്സിജൻ ആണെന്ന് കണ്ടുപിടിക്കുക. ആ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 6.02 × 10⁻23 ചെയ്യുമ്പോഴത്തേന് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും. മനസ്സിലായില്ലേ? അപ്പം കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 12ാമത്തെ ചോദ്യം. Borax dissolves in water to form an alkaline solution. Which compound is responsible for the alkaline nature? എന്താ ചോദ്യം? ബൊറാക്സിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി? ഒരു ആൽക്കലൈൻ സൊല്യൂഷൻ കിട്ടി. അങ്ങനെയെങ്കിൽ വിച്ച് കോമ്പൗണ്ട് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ആൽക്കലൈൻ നേച്ചർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ആൽക്കലൈൻ നേച്ചറിന് കാരണമായിട്ടുള്ള കമ്പോണന്റ് ഏതാണ്? ഓക്കെ, അപ്പോൾ ബൊറാക്സിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത സമയത്ത് നമുക്ക് ആൽക്കലൈൻ സൊല്യൂഷൻ കിട്ടിയെങ്കിൽ ആ ആൽക്കലൈൻ നേച്ചറിന് കാരണക്കാരൻ എന്താണ്? കാരണമായിട്ടുള്ള പദാർത്ഥം ഏതാണ് എന്നാണ് ചോദ്യം. BOH thrice ആണോ, NaOH ആണോ, B2O3 ആണോ, NaBO2 ആണോ? ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. Borax dissolve in water to give an alkaline solution of sodium hydroxide and orthoboric acid. അപ്പം നോക്കുക, നമ്മൾ യൂഷ്വലി ബൊറാക്സ് എന്ന് പറയുമ്പോൾ Na2B4O7 ആണ് ബോറാക്സ് എന്ന് പറയുന്നത്, Na2B4O7. ഓക്കെ, അപ്പോൾ ബോറാക്സ് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. NaOHും H3BO4, അതായത് ഓർത്തോബോറിക് ആസിഡും H3BO3യും NaOHും ആണ് നമുക്ക് പ്രൊഡക്ട്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ബോറാക്സ് Na2B4O7നെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത സമയത്ത് നമുക്ക് NaOH സോഡിയം ഹൈഡ്രോക്സൈഡും H3BO3 ഓർത്തോബോറിക് ആസിഡുമാണ് നമുക്ക് പ്രൊഡക്ട്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം എന്താ ഓർത്തോബോറിക് ആസിഡ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഓർത്തോബോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇത് ആസിഡിക് സ്വഭാവമാണ്, ആസിഡിക് സ്വഭാവമുള്ള ആളാണ്. ഓക്കെ, പക്ഷെ വീക്ക് ആസിഡാണ്, വളരെ വീക്കായിട്ടുള്ള ആസിഡാണ് H3BO3. ഓക്കെ, അപ്പോൾ ഇവർക്ക് യൂഷ്വലി ആൽക്കലൈൻ സ്വഭാവം കിട്ടണമെങ്കിൽ അത് ആര് കാരണമാണ് ആൽക്കലൈൻ സ്വഭാവം കിട്ടിയിട്ടുള്ളത്? ഇവിടെ കൂടെ ഫോം ചെയ്തിട്ടുള്ള NaOH, OH- അയോൺസ് പ്രസന്റ് ആയിട്ടുള്ള സ്പീഷീസ് അല്ലേ, അപ്പോൾ ബേസിക് ക്യാരക്ടർ അല്ലേ, ആൽക്കലൈൻ നേച്ചർ അല്ലേ. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOHന്റെ പ്രസൻസ് കാരണമാണ് എന്ത് ഇവർ ആൽക്കലൈൻ നേച്ചർ കാണിക്കുന്നത്. കേട്ടോ, ബോറാക്സിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അവർ ആൽക്കലൈൻ സ്വഭാവം കാണിക്കാൻ റീസൺ NaOH ആണ്. ഓക്കെ, ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. 13ാമത്തെ ചോദ്യം. Fullerenes are the only pure form of carbon. Which of the following statement substantiate this? അപ്പോൾ നോക്കുക, ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഫുള്ളറീൻ ആണ് കാർബണിന്റെ ഒരേ ഒരു പ്യുവർ ഫോം, കാർബണിന്റെ ഒരു പ്യുവർ ഫോം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് സബ്സ്റ്റാൻഷിയേറ്റ് ദിറ്റ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ സാധൂകരിക്കുന്ന റീസൺ ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഫുള്ളറീൻസ് പ്യുവർ ഫോം ഓഫ് കാർബൺ ആണ് എന്ന് പറയാൻ പ്രോപ്പറായിട്ട് പറയാൻ പറ്റുന്ന ഒരു റീസൺ തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. They have cage-like structure. All the carbon atoms are equal. Carbon atoms undergo sp2 hybridization. They have smooth structure without having dangling bonds. അപ്പോൾ ഇതിൽ ഏത് റീസൺ കാരണമാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഫുള്ളറീൻ എന്ന് പറയുന്നത് കാർബണിന്റെ പ്യുവർ ഫോം ഓഫ് എക്സിസ്റ്റൻസ് ആണ് എന്ന്? ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ പറയുന്നതിന് മുൻപ് നമുക്ക് കാർബണിന്റെ അലോട്രോപ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഗ്രാഫൈറ്റ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, ഫുള്ളറീൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ പറയുന്ന അലോട്രോപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മിക്കവാറുള്ള ഡിഗ്രി ലെവൽ എക്സാംസിന് സാധാരണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ അലോട്രോപ്പുകളുടെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒന്ന് പരിചയപ്പെടാം, അതിനുശേഷം നമുക്ക് ഇതിന്റെ ആൻസറിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗ്രാഫൈറ്റ്, ആദ്യത്തെ അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ്. അപ്പോൾ ഗ്രാഫൈറ്റിന്റെ കുറച്ച് ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. നോക്കാം, ഗ്രാഫൈറ്റ് ഇസ് ദി സോഫ്റ്റസ്റ്റ് ക്രിസ്റ്റലൈൻ ഫോം ഓഫ് കാർബൺ. അപ്പോൾ കാർബണിന്റെ അലോട്രോപ്പുകളിൽ തന്നെ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ്. നിങ്ങൾക്ക് അറിയാലേ, പെൻസിലിന്റെ ഈ ലെഡൊക്കെ ഗ്രാഫൈറ്റ് കൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. എന്താ, നമ്മൾ നന്നായിട്ടൊന്ന് കുത്തിപ്പിടിച്ച് എഴുതിയാൽ തന്നെ ഒടിഞ്ഞു പോകും അല്ലേ. അപ്പോൾ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള കാർബണിന്റെ അലോട്രോപ്പാണ് ഏത്? ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ഹാസ് എ ലെയർ സ്ട്രക്ചർ. ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്രാഫൈറ്റിന് യൂഷ്വലി എന്താണ്? ലെയർ സ്ട്രക്ചറാണ്. ഒരു ലെയറിന്റെ മുകളിൽ അടുത്ത ലെയർ വരുന്ന രീതിയിൽ ലെയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഗ്രാഫൈറ്റിനുള്ളത്.
The layers are held together by weak van der Waals forces. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിനകത്തൊക്കെ വരുന്ന പോയിന്റ്സ് ആണ്. നമ്മൾ ലെയേർഡ് സ്ട്രക്ചർ ആണ് ഗ്രാഫൈറ്റിനുള്ള എന്ന് പറഞ്ഞു. ഓരോ ഇൻഡിവിജ്വൽ ലെയേഴ്സിനെയും പരസ്പരം ചേർത്ത് നിർത്തിയിട്ടുള്ളത് ഏത് ഫോഴ്സസ് വഴിയാണ്? വാൻ ഡെർ വാൾ ഫോഴ്സസ് വഴിയാണ് കേട്ടോ. വാൻ ഡെർ വാൾ ഫോഴ്സസ് വഴിയാണ് ഓരോ ലെയേഴ്സിനെയും ഇൻഡിവിജ്വൽ ലെയേഴ്സിനെയും പരസ്പരം ചേർത്ത് നിർത്തിയിട്ടുള്ളത്. ആൻഡ് ദീസ് ലെയേഴ്സ് ആർ സെപ്പറേറ്റഡ് ബൈ 340 പൈക്കോമീറ്റർ. അപ്പോൾ ഓരോ അഡ്ജസന്റ് ലെയേഴ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 340 പൈക്കോമീറ്റർ ആണ് കേട്ടോ. ഓരോ ലെയേഴ്സും 340 പൈക്കോമീറ്റർ ഡിസ്റ്റൻസ് അപ്പാർട്ടിലാണ് വെച്ചിട്ടുള്ളത്. Each layer is formed by the planar hexagonal rings of carbon atoms. ഇനി നമ്മൾ പറഞ്ഞു ഓരോ ലെയറും ഫോം ചെയ്തിട്ടുള്ളത് 6 മെമ്പേർഡ് കാർബൺ റിങ്സ് ചേർന്നിട്ടാണ്, ഹെക്സഗണൽ കാർബൺ റിങ്സ് ചേർന്നിട്ടാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചത്. ഇപ്പം ഗ്രാഫൈറ്റിന് ലെയർ സ്ട്രക്ചർ ആണ്. ഓരോ ലെയേഴ്സിനെയും പരസ്പരം ചേർത്ത് നിർത്തിയിട്ടുള്ളത് വീക്ക് വാൻ ഡെർ വാൾ ഫോഴ്സസ് വഴിയാണ്. ഓരോ ലെയേഴ്സും 340 പൈക്കോമീറ്റർ ഡിസ്റ്റൻസ് അപ്പാർട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓരോ ലെയേഴ്സിലുമുള്ള കാർബൺസ് ഹെക്സഗണൽ റിങ്സ് ആയിട്ടാണ്, 6 മെമ്പേർഡ് റിങ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. Then CC bond length in layers 141.5 പൈക്കോമീറ്റർ ആണ് കേട്ടോ. അഡ്ജസന്റ് കാർബൺസ് തമ്മിലുള്ള ബോണ്ട് ലെങ്ത് നേരത്തെ നമ്മൾ പറഞ്ഞത് അഡ്ജസന്റ് ലെയേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 340 പൈക്കോമീറ്റർ എന്ന് പറഞ്ഞത്. ഈ പറഞ്ഞേക്കുന്നത് എന്താണ്? ഈ പറഞ്ഞേക്കുന്നത് രണ്ട് അടുത്തടുത്തുള്ള കാർബൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. CC ബോണ്ട് ലെങ്ത് ആണ് 141.5 പൈക്കോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. Each carbon atom in the 6-membered rings undergo sp2 hybridization. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. ഗ്രാഫൈറ്റിനകത്തുള്ള ഓരോ കാർബണും ഏത് ഹൈബ്രിഡൈസേഷനിലാണ് അണ്ടർഗോൺ ചെയ്യുന്നത്? sp2 ഹൈബ്രിഡൈസേഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. Since the electrons are delocalized across the entire surface, the electrons are mobile and therefore conduct the electricity through the layer. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഈ ലെയേഴ്സിന്റെ ഇടയിൽ ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺസിന് മൂവ്മെന്റിനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ യൂഷ്വലി അവർ കണ്ടക്ടിങ് സ്വഭാവം കാണിക്കും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ യൂഷ്വലി ഗ്രാഫൈറ്റ് കണ്ടക്ടിങ് നേച്ചർ കാണിക്കും, കണ്ടക്ടിങ് സ്വഭാവം കാണിക്കും. ഓക്കെ, the graphite is used as a solid lubricant in machines operating at higher temperatures where oil cannot be used as a lubricant. അടുത്ത പോയിന്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത് എന്താണ്? ഗ്രാഫൈറ്റിനെ നമുക്ക് ഇപ്പം നമ്മൾ യൂഷ്വലി ലൂബ്രിക്കൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഓയില്, ഗ്രീസ് ഒക്കെയാണ് അല്ലേ. അപ്പോൾ ചില അവസരങ്ങളിൽ നമുക്ക് ഓയില്, ഗ്രീസ് പോലെയുള്ള ലിക്വിഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ സോളിഡ് ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോളിഡ് ലൂബ്രിക്കൻ്റ് കൂടിയാണ് ഗ്രാഫൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ അത്യാവശ്യം ഗ്രാഫൈറ്റ് 1-2 പോയിന്റ്സ് കൂടെ ഉണ്ട്. ഇൻ ഗ്രാഫൈറ്റ് ഈച്ച് കാർബൺ ഈസ് ഫൗണ്ട് ഇൻ ലെയേഴ്സ് കോവാലന്റ്ലി ബോണ്ടഡ് ടു 3 സറൗണ്ടിങ് കാർബൺ ആറ്റംസ്. അപ്പം ഓർത്ത് വെച്ചേക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞു ലെയർ സ്ട്രക്ചറിൽ ഒരു ലെയറിന്റെ മുകളിൽ അടുത്ത ലെയർ, അതിന്റെ മുകളിൽ അടുത്ത ലെയർ, അങ്ങനെ ലെയേഴ്സിനെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ളത് വാൻ ഡെർ വാൾ ഫോഴ്സസ് വഴിയാണ്. പക്ഷെ തൊട്ടടുത്തുള്ള കാർബൺസ് തമ്മിലുള്ള ബോണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ കൊവാലന്റ് ബോണ്ട്സ് ആണ് കേട്ടോ. കൊവാലന്റ് ബോണ്ടിങ് വഴിയാണ് കാർബൺ ആറ്റംസ് പരസ്പരം ചേർത്തിട്ടുള്ള ഓരോ ലെയേഴ്സിനെ പരസ്പരം ചേർത്ത് നിർത്തിയിട്ടുള്ളത് വാൻ ഡെർ വാൾ ഫോഴ്സസ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കാം, ഇൻഡിവിജ്വൽ ലെയേഴ്സിന്റെ ഇടയിൽ കൊവാലന്റ് ബോണ്ടിങ് അല്ല, വാൻ ഡെർ വാൾ ഫോഴ്സസ് ആണ്. തൊട്ടടുത്തുള്ള കാർബൺ ബോണ്ടുകളാണ് കൊവാലന്റ് ബോണ്ട്സ് കേട്ടോ. അത് യൂഷ്വലി സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിനകത്ത് നിങ്ങളെ തെറ്റിക്കാൻ വരുന്ന ഒരു പോയിന്റ് ആണ്, ഓർത്ത് വെച്ചേക്കാം കേട്ടോ. There is no covalent bonds between the graphite layers. ഗ്രാഫൈറ്റ് ലെയറുകളുടെ ഇടയിൽ കോവാലന്റ് ബോണ്ട് ഇല്ല. എന്ത് മാത്രമേ ഉള്ളൂ? അവിടെ വാൻ ഡെർ വാൾ ഫോഴ്സസ് മാത്രമേ ഉള്ളൂ കേട്ടോ. The reason why the graphite layers can slide past each other due to the weak van der Waals forces. ആ വീക്ക് വാൻ ഡെർ വാൾ ഫോഴ്സസ് ഉള്ളതുകൊണ്ടാണ് ഓരോ ലെയേഴ്സും അടുത്ത ലെയറിന്റെ മുകളിലൂടെ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഗ്രാഫൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഗ്രാഫൈറ്റിന്റെ ലെയർ സ്ട്രക്ചർ ആണ്. ഓരോ ലെയേഴ്സിനെ 340 പൈക്കോമീറ്റർ പാർട്ടിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇൻഡിവിജ്വൽ ലെയേഴ്സിനെ ഇടയിൽ വാൻ ഡെർ വാൾ ഫോഴ്സസ് ആണുള്ളത്. പക്ഷേ തൊട്ടടുത്തുള്ള കാർബൺ തമ്മിൽ എടുത്തു കഴിഞ്ഞാൽ കൊവാലന്റ് ബോണ്ട്സ് ആണുള്ളത്. ഓരോ കാർബണും sp2 ഹൈബ്രിഡൈസേഷനിലാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്രീ ഇലക്ട്രോൺസിന്റെ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവർ കണ്ടക്ടിങ് പ്രോപ്പർട്ടി കാണിക്കുന്നത്. നമ്മൾ ഇവരെ സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂഷ്വലി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ ഇവരുടെ ലെയർ സ്ട്രക്ചറിന്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ കൊവാലന്റ് ബോണ്ടിങ് പ്രസന്റ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ അത്യാവശ്യം ഗ്രാഫൈറ്റുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്തത് ഡയമണ്ട്. രണ്ടാമത്തെ കാർബണിന്റെ പ്രധാനപ്പെട്ട ഒരു അലോട്രോപ്പാണ്
ഡയമണ്ട്. നോക്കാം, ഈച്ച് കാർബൺ ഇൻ ഡയമണ്ട് ഈസ് ടെട്രാഹെഡ്രലി ബോണ്ടഡ് ടു 4 കാർബൺ s ആറ്റംസ് ഇൻ sp3 ഹൈബ്രിഡൈസേഷൻ. ഡയമണ്ടിനകത്ത് ഓർത്തേക്കുക, നമ്മൾ ഗ്രാഫൈറ്റിനകത്ത് കാർബൺ sp2 ഹൈബ്രിഡൈസേഷനിലാണ് ഇൻവോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഡയമണ്ടിലേക്ക് വരുമ്പോൾ അതെന്താണ്, sp3 ഹൈബ്രിഡൈസേഷൻ ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. ആൻഡ് ഇവരുടെ കേസിൽ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 154 പൈക്കോമീറ്റർ ആണ് കേട്ടോ. മറ്റെടുത്ത് 141 എന്നല്ലേ പറഞ്ഞത്, ഇവിടെ 154 പൈക്കോമീറ്റർ ആണ് വരുന്നത്. Then extensive covalent bonds are difficult to break, making it the hardest substance on earth. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള കൊവാലന്റ് ബോണ്ട്സ് ആണ് ഇൻഡിവിജ്വൽ കാർബൺ ആറ്റംസിന്റെ ഇടയിലുള്ളത്. അത് ബ്രേക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഡയമണ്ടിനെ വൺ ഓഫ് ദി ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഓൺ എർത്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡയമണ്ടിനകത്ത് ചില പർട്ടിക്കുലർ എലമെന്റ്സിന്റെ പ്രസൻസ് വരുമ്പോഴാണ് നമുക്ക് യൂഷ്വലി ഡയമണ്ട് കളേർഡ് ആയിട്ട്, ഇപ്പം നീല, ഗ്രീൻ, അങ്ങനെ പല കളേഴ്സിൽ നമുക്ക് ഡയമണ്ട്സിനെ കാണാൻ പറ്റത്തില്ല. അപ്പം അത് പല എലമെന്റ്സ് ആണ് ഓരോ കളേഴ്സ് ഡയമണ്ടിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതും കൂടെ നോക്കി വെച്ചേക്കാം. യൂഷ്വലി ബ്ലൂ കളർ ഡയമണ്ട്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് ബോറോണിന്റെ പ്രസൻസ് കാരണമാണ്. അതേപോലെ യെല്ലോ കളർ ഡയമണ്ടിന് യൂഷ്വലി കിട്ടുന്നത് നൈട്രജന്റെ പ്രസൻസ് കാരണമാണ്. ഓക്കെ, സോ അത്രയും പോയിന്റ്സ് നിങ്ങൾ ഡയമണ്ടുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് sp3 ഹൈബ്രിഡൈസേഷൻ ആണ് കാർബൺ ആറ്റംസ് ഇൻവോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അടുത്തത് ഫുള്ളറീൻസ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട അലോട്രോപ്പ് ആണ് ഫുള്ളറീൻസ്. നോക്കാം, the fullerenes are produced by heating graphite in an electric arc in presence of an inert gases such as helium and argon. അപ്പം നമ്മൾ ഗ്രാഫൈറ്റിനെ ഒരു ഇലക്ട്രിക് ആർക്കിന്റെ പ്രസൻസിൽ, ഹീലിയത്തിൻ്റെയോ ആർഗണിൻ്റെയോ പ്രസൻസിൽ ഇലക്ട്രിക് ആർക്കിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫുള്ളറീൻസിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഫുള്ളറീൻസ് ആണ് ഇറ്റ് ഈസ് ദ പ്യുവറസ്റ്റ് ഫോം ഓഫ് കാർബൺ. കാർബണിന്റെ അലോട്രോപ്പുകളിൽ ഏറ്റവും പ്യുവറസ്റ്റ് ഫോമിലുള്ള ഒന്നാണ് ഏത്, ഫുള്ളറീൻസ് എന്ന് പറയുന്നത്. ഫുള്ളറീൻസിന് എന്ത് സ്ട്രക്ചർ ആണുള്ളത്, കേജ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണുള്ളത്. സോക്കർ ബോൾ ഷേപ്പ് ആണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ബക്മിനിസ്റ്റർ ഫുള്ളറീൻസ്, ബക്കി ബോൾസ്, സോക്കർ ബോൾസ് എന്നൊക്കെ ഉള്ള പേരുകളിൽ ഫുള്ളറീൻസിനെ യൂഷ്വലി അറിയപ്പെടാറുണ്ട്. ഫുള്ളറീൻസ് കണ്ടൈനിങ് 26 മെമ്പേർഡ് റിങ്സ് ആൻഡ് 12 5-മെമ്പേർഡ് റിങ്സ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. നമ്മൾ ഗ്രാഫൈറ്റിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെക്സഗണൽ റിങ്സ് ചേർന്നിട്ടാണ് ഫോം ചെയ്യുന്നതെന്ന്. പക്ഷേ ഫുള്ളറീനിലേക്ക് വരുമ്പോൾ ഹെക്സഗണൽ റിങ്സും ഉണ്ട്, പെൻഡഗണൽ റിങ്സും ഉണ്ട്. അതായത് 6 മെമ്പേർഡ് റിങ്സും ഉണ്ട്, 5 മെമ്പേർഡ് റിങ്സും ഉണ്ട്. അവരുടെ എണ്ണം ഒന്ന് നോക്കി വെച്ചേക്കാം. 26 മെമ്പേർഡ് റിങ്സും ഉണ്ട്, 12 5-മെമ്പേർഡ് റിങ്സും ആണ് ഇവിടെയുള്ളത്. പിന്നെ ഇവിടെയും ഗ്രാഫൈറ്റിനെ പോലെ തന്നെ sp2 ഹൈബ്രിഡൈസേഷനിലാണ് ഇവർ യൂഷ്വലി ഇൻവോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ച ചോദ്യം പക്ഷെ എന്തായിരുന്നു, എന്തുകൊണ്ടാണ് ഫുള്ളറീൻ ആണ് കാർബണിന്റെ ഏറ്റവും പ്യുവർ ഫോമിലുള്ള അലോട്രോപ്പ് ആണ് എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള റീസൺ. അപ്പൊ കേജ് ലൈക്ക് സ്ട്രക്ചർ ഒക്കെ ഉള്ളത് തന്നെയാണ്. അതേപോലെ എല്ലാ കാർബൺ ആറ്റംസ് ഈക്വൽ ആണ്. അതേപോലെ തന്നെ കാർബൺസ് എല്ലാം sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇതെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ കാർബണിന്റെ ഏറ്റവും പ്യുവർ ഫോമിലുള്ള അലോട്രോപ്പ് ആണ് ഫുള്ളറീൻ എന്ന് പറയുന്നതിനുള്ള റീസൺ ആണോ ഇതൊക്കെ? അല്ല, ഇതെല്ലാം കുറെ ഗ്രാഫൈറ്റിനെ കുറച്ച് ഫീച്ചേഴ്സ്, ഫുള്ളറീൻസിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഈ പറഞ്ഞ കാര്യത്തിന്റെ പിന്നിലുള്ള റീസൺ ആയിട്ട് നമുക്ക് അതിനെയൊന്നും പറയാൻ പറ്റത്തില്ല. അത് ഏത് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ പറഞ്ഞതിന്റെ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ദേ ഹാവ് എ സ്മൂത്ത് സ്ട്രക്ചർ വിതൗട്ട് ഹാവിംഗ് ഡാംഗ്ലിംഗ് ബോൺസ്. ഡാംഗ്ലിംഗ് ബോൺസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് യൂഷ്വലി ഏറ്റവും പ്യുവറസ്റ്റ് ഫോം ഓഫ് കാർബൺ ആയിട്ട് നമ്മൾ ഫുള്ളറീൻസിനെ യൂഷ്വലി കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പം ജസ്റ്റ് ഇതിന്റെ ഒരു ആൻസർ മാത്രം പഠിച്ചു വെക്കാണ്ട് ഈ അലോട്രോപ്സ് ഓഫ് കാർബൺ, അതിനകത്ത് ഗ്രാഫൈറ്റ്, ഫുള്ളറീൻസ്, ഡയമണ്ട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ പോയിന്റ്സ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. എക്സാംസിന് മിക്കവാറും ഉള്ള പരീക്ഷകൾക്ക് നമ്മൾ ഈ പറയുന്ന അലോട്രോപ്സ് ഓഫ് കാർബണുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത നോക്കുക, NiCl4 has a tetrahedral shape. What is the spin-only magnetic moment of NiCl4? അപ്പോൾ NiCl4 2 മൈനസിന് യൂഷ്വലി ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നോക്കുക നിങ്ങൾ, അപ്പോൾ ഇവിടെ നിക്കൽ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് നോക്കുക. നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയത്തില്ല, ഞാൻ എക്സ് എന്ന് കൊടുത്തു. ക്ലോറിൻ -1 ആണ്, 4 ക്ലോറിൻ ഉണ്ട്, ടോട്ടൽ ചാർജ് -2 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ x - 4 ഈസ് ഈക്വൽ ടു -2 ഓർ x ഈസ് ഈക്വൽ ടു -2 + 4 വിച്ച് ഈസ് ഈക്വൽ ടു +2. അപ്പം നിക്കലിൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഈ സ്പീഷീസിലുള്ളത് എന്ന് കിട്ടി. ഇനി നിക്കലിൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരിക? 3d8 4s0 എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ 3dയിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട് ഇവിടെ. ഓക്കെ, 3dയിൽ ഇവിടെ 8 ഇലക്ട്രോൺസ് ഉണ്ട്.
അപ്പോൾ ഇവിടെ ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടെട്രാഹെഡ്രൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 8 ഇലക്ട്രോൺസിനെയാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ 1 2 3 4 5 6 7 8 8 ഇലക്ട്രോൺസിനെ നമ്മൾ ടെട്രാഹെഡ്രലി ഫില്ല് ചെയ്തു. ഇനി ഇവിടെ നോക്കിക്കേ, നമ്മുടെ കൂടെ വന്നിട്ടുള്ള ലിഗാൻഡ് എന്ന് പറയുന്നത് ക്ലോറിൻ ആണ്. ക്ലോറിൻ്റെ പ്രത്യേകത എന്താണ്? ക്ലോറിൻ ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. ക്ലോറിൻ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ പെയറിങ് നടക്കുമോ? പെയറിങ് നടക്കത്തില്ല. ഇവിടെ അൺപെയർഡ് ആയിട്ട് തന്നെ ഈ ഇലക്ട്രോൺസ് നിൽക്കും, പെയറിങ് നടക്കത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേന് എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് ഇവിടെ? അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം 2 എന്ന് കിട്ടി. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മൾ യൂഷ്വലി മാഗ്നറ്റിക് മൊമെന്റ്, ഇവിടെ സ്പിന്നൊള്ളി മാഗ്നറ്റിക് മൊമെന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ സ്പിന്നൊള്ളി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനായിട്ട് 2 ഇക്വേഷൻ യൂസ് ചെയ്യും. നമ്മൾ ജനറലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് മൊമെന്റ് ഈസ് ഈക്വൽ ടു എന്താണ്? √n+2 ബോർ മാഗ്നറ്റോൺ. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജനറലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. ഇനി സ്പിന്നൊള്ളി മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഈ സെയിം ഉത്തരം തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ സ്പിന്നൊള്ളി എന്ന് സ്പെസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ √4s × s+1 എന്ന് പറയുന്ന ഇക്വേഷനും യൂസ് ചെയ്യാം. അപ്പോൾ യൂഷ്വലി നിങ്ങൾക്ക് ഒന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല, മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇനി സ്പിന്നൊള്ളി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ √4s × s+1 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഓക്കെ, 2 രീതിയിൽ ചെയ്താലും സെയിം ഉത്തരം തന്നെയായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇവിടെ നിക്കൽ 2+ ആയിരുന്നു, 3d8 ആയിരുന്നു. നമ്മൾ അവിടുന്ന് അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിച്ചു. എന്താണ്? 2. ഇനി ആ n പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ആൻസർ കിട്ടുന്നതെന്ന് നോക്കാം. ഈ ഇക്വേഷനകത്ത് ആദ്യം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. √2 × 2+2 അല്ലേ? അതായത് √2 × 4 അതായത് √8 എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര വരും? ഒരു 2.8 റേഞ്ചിൽ വരും. √9 എന്ന് പറഞ്ഞാൽ 3 അല്ലേ? അപ്പോൾ √8 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2.8 റേഞ്ചിൽ ആൻസർ വരും. ഓക്കെ, ഇനി സെയിം തന്നെ നിങ്ങൾ ഈ ഇക്വേഷൻ വഴി ഒന്ന് ചെയ്ത്, സ്പിന്നൊള്ളി ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. ഈ ഇക്വേഷൻ വഴി ഒന്ന് ചെയ്ത് നോക്കാം, എങ്ങനെ കിട്ടും നോക്കാം. ടെട്രാഹെഡ്രൽ ആണ്. അപ്പോൾ നമ്മൾ 8 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തു. ഇവിടെ 2 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. ഇയാളുടെ സ്പിന്ന് ഹാഫ്, ഇയാളുടെ സ്പിന്നും ഹാഫ്. അപ്പോൾ ടോട്ടൽ സ്പിൻ വാല്യൂ എന്താ? +1 = 1 അല്ലേ? ടോട്ടൽ സ്പിൻ വാല്യൂ 1 എന്ന് കിട്ടും. അപ്പോൾ എസിന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1. 4 × 1 × 1+1 എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്ത് വരും? 4 × 1 4 × 1+1 2. എന്ത് തന്നെ വരും? √8 which is equal to 2.8 എന്ന് തന്നെ കിട്ടും. അപ്പോൾ 2 ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. യൂഷ്വലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. സ്പിന്നൊള്ളി ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. 2 രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലും ഒരേ ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 2 ഏത് ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, പ്രശ്നമില്ല. ഓക്കെ, സോ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി 2.83 ബോർ മാഗ്നറ്റോൺ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടെ നോക്കാം. ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻ ബൈ ദി പാർഷ്യൽ ഹൈഡ്രോളിസിസ് ഓഫ് XeF6. XeF6ന്റെ പാർഷ്യൽ ഹൈഡ്രോളിസിസ് വഴി നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണെന്നാണ് ചോദ്യം. XeO3 ആണോ, XeF4 ആണോ, XeOF4 ആണോ, XeF2 ആണോ? ഏതാണ് പാർഷ്യൽ ഹൈഡ്രോളിസിസ് ഓഫ് XeF6 വഴി കിട്ടുന്നത്? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേർഡ് ഇതാണ്, പാർഷ്യൽ ഹൈഡ്രോളിസിസ് ആണ്, കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് അല്ല. കാരണം ആ വേർഡ് ശ്രദ്ധിക്കേണ്ട കാരണം നമ്മൾ XeF6നെ പാർഷ്യൽ ഹൈഡ്രോളിസിസിന് വിധേയമാക്കുമ്പോഴും കംപ്ലീറ്റ് ഹൈഡ്രോളിസിസിന് വിധേയമാക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ രണ്ട് വ്യത്യസ്ത പ്രൊഡക്റ്റുകളാണ്. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കേസിൽ പാർഷ്യൽ ഹൈഡ്രോളിസിസ് ആണ്. പാർഷ്യൽ ഹൈഡ്രോളിസിസ് ആകുമ്പോഴത്തേന് കിട്ടുന്ന പ്രൊഡക്റ്റ് നോക്കിക്കേ, XeOF4ഉം HFഉം ആണ്. എന്നാൽ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസിന് വിധേയമാക്കുമ്പോൾ 3H2O യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഹൈഡ്രോളിസിസിന് വിധേയമാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന XeO3ഉം HFഉം ആണ്. അപ്പോൾ രണ്ടിടത്ത് HF ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ മേജർ പ്രോഡക്റ്റ് എന്താണ്? പാർഷ്യൽ ഹൈഡ്രോളിസിസിൽ XeOF4ഉം ആൻഡ് കംപ്ലീറ്റ് ഹൈഡ്രോളിസിസിൽ XeO3ഉം ആണ്. നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് പാർഷ്യൽ ഹൈഡ്രോളിസിസിൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതേതാണ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി XeOF4 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.